ആ മോനെ മോനെ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കും. ആ എന്നിട്ട് കുടിക്കും, ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. പതുക്കെ എങ്ങനെ ഇങ്ങോട്ട് വലിക്ക കണ്ട, എന്നിട്ട് ഇതെങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മെടുക്കാൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുള്ളികളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. അങ്ങനെ മോനെ, പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണു. മോനെ, കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പം കാണുന്നു. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്ക് എന്റെ അമ്മ എനിക്കിപ്പം കാണു. ഇങ്ങോട്ട് മാറി നിൽക്കടി, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലേ, വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങിക്കും മോളെ. വലിയ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞെ ഇത്? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം? വലിയേട്ട കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. അയ്യേ, ഇത് ഉടുപ്പ് കുഴപ്പമില്ല. ആ പാവാട എന്താ തുണി കഴിഞ്ഞില്ലേ കുഞ്ഞെ? റെഡിമെയ്ഡാ, ഇറക്കൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട. ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താൽ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പോ നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോകാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ. ചുറിയുറുക്ക് ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ട് വേണ്ടി വളർത്താൻ വയ്യായിരുന്നു. ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമകൻ ചെന്നിട്ട് പോ. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്ത് വെച്ചേക്ക്. കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, മീനാക്ഷിക്ക് അച്ഛനമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സിലായിരുന്നു. അതൊക്കെ ഇനി ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നല്ലൊരു കണ്ണ് വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാ. വരൂ. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു. അതെ, പിക്കളുണ്ട്. എല്ലാം ഉണ്ട് ചേട്ടച്ച. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇനി ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങി പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങി വരാം. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ
പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കുകയായിരിക്കും. പോസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടി മാണ്ടൊക്കെ എടുത്തോണ്ട് നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ അതോട്ടിരുന്നോളും. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വന്നേ വന്ന് സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പ്രശ്നമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ, നീ കോളേജിലൊന്നും പോകണ്ട, എങ്ങും പോകണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ചാ, എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ തിരിച്ചു വയ്ക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോള് വയ്ക്കാം. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം. എഴുതേറ്റോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോള് വയ്ക്കും. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവാ. ഒരു മോളും ചാട്ടച്ചനും. ഇതിനകത്തെന്താ കല്ലോ? എന്നടി ബാഗ് ഓർന്നു. ഇതെന്താ അടിച്ചു വരാനോ? For body massage. What's this? Hey. Beautiful color. Cha. Feel like a dream. Karidana. Cha cha. Hey. Looks like a bed sheet. Wow, Miti. Hi. Hi. Hello. Let's go. ഇത് കൊള്ളാമല്ലോ. വേഷമൊക്കെ മാറിയപ്പോ നീ സ്മാർട്ടായി. അല്ല, വല്യേട്ടൻ. വല്യേട്ടൻ. ആ ചേട്ടാ, ഞാനിത് കൊണ്ടുവരണ്ടായിരുന്നു. പാവടയും ബ്ലൗസാ. അല്ല, അതും ചേരും ഇതും ചേരും. വാങ്ങിച്ചോ. ഇതെന്തുവാ? നാമൊക്കെ കൊള്ളാമല്ലോ. കൂടെയുള്ള കുട്ടികൾ നിർബന്ധിച്ചപ്പോ വെറുതെ. ആയിക്കോട്ടെ, ലേശം പരിഷ്കാരൊക്കെ ആവാം. ലേശം. സാധനങ്ങളൊക്കെ നന്നായാൽ സദ്യ നന്നാവും. എന്നാ പറഞ്ഞ പോലെ 24-ാം തീയതി ഉച്ചയോടുകൂടി എരിശ്ശേരി അങ്ങ് എത്തിക്കോളും. സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് എത്താം. കലണ്ടറിന്റെ ഡയറിയിൽ വല്ലതും കുറിക്കണാവോ? അതൊക്കെ അച്ഛനെ പോലെ എന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. എന്നാ വരട്ടെ. ആയിക്കോട്ടെ. ചേട്ടച്ചാ, ചേട്ടച്ചൻ ഇപ്പഴെന്താ പാൻസ് ഒന്നും ഇടാത്തെ? അതൊക്കെ എന്താ ഇപ്പൊ പറയണ്ടേ? ചേട്ടച്ചൻ ആ ജോലി വേണ്ടെന്ന് വെച്ചതാണോ അതോ പിരിച്ചുവിട്ടതാണോ? എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ട് ഇപ്പൊ നീ തന്നെ എന്ന് ചോദിക്കാ? എന്നാലേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ആ ജോലി ഇനിയും കിട്ടുവോ? ഈ പാചകത്തിന് നടപ്പ് ഒരു രസമില്ലാത്ത പണിയാ. ആരെങ്കിലും ചോദിച്ചാ? സ്റ്റാറ്റസ് ഇല്ലാത്ത പണിയായതുകൊണ്ട് മൂക്ക് നാണക്കേടുണ്ടല്ലേ? അയ്യോ, അതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂട്ടുകാരോട് എനിക്ക് ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ മതി.
എടാ പോയി ആ മുഖത്തെ കരിയും വേർപ്പൊക്കെ അങ്ങ് തുടച്ചോളാ. അതിപ്പോ എന്റെ റോൾ ഇവിടുത്തെ കല്യാണ ചെറുക്കന്റെ ഒന്നും അല്ലല്ലോ. ഇങ്ങനെ ആയാലും എന്താ പറഞ്ഞില്ലേ അതല്ലേ പിന്നെ എടാ അത് നമ്മുടെ മീനാക്ഷി അല്ലേ? അത് അവളൊന്നും അല്ല. അവളുടെ ഒരു ചായ ഉണ്ടെന്നല്ല. ആണടാ പോയി. ആരത്? നീ എങ്ങനെ ഇവിടെ വന്നു? കണ്ടപ്പോ ആകെ ഒരു സർപ്രൈസ് ആയി പോയി. എന്റെ ടീച്ചറിന്റെ മാരേജാ. ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ? എന്റെ ചേട്ടൻ ഡോക്ടർ രാമകൃഷ്ണൻ. രാമകൃഷ്ണനല്ല, രാമകൃഷ്ണൻ. അച്ഛനമ്മയുടെ പേര് മാറ്റാൻ നിനക്ക് അധികാരമില്ല. പിന്നെ ഇത് ഞാനിവിടുത്തെ പാചകക്കാരനാ. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കുക്ക്. വേണമെങ്കിൽ ചീഫ് കുക്ക് എന്ന് വിളിക്കാം. എടാ ഉപയോഗ അത് അല്ല, എനിക്ക് ലേശം ഈ കടുവ് ഇറക്കാനുണ്ട്. പിന്നെ കാണാം. പിന്നെ നീ കോളേജിലാണെന്ന് അറിഞ്ഞപ്പോ നിർമ്മലക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പൊ പോയത് എന്റെ ചേട്ടച്ചനാ. എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. ബോൾഡായിട്ട് പറയോ? ഇതെന്ത് മര്യാദയാ? നീ ഏതാ കുട്ടി? What do you want? എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. മീനു, if you don't mind, sit there. ഇരിക്കുന്നേ. ഇനി എനിക്ക് സഹിക്കില്ല. Tell me, who are you? അതറിഞ്ഞ നിങ്ങൾക്ക് തീരെ സഹിക്കില്ല. മാതൃത്വവും മനസാക്ഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ. സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷേ മീനു, നീ എന്തായി പറയാൻ പോണേ? നേരി കണ്ടപ്പോ എനിക്കിഷ്ടായി. Oh my God, മീനാക്ഷി, സത്യത്തിൽ I can't believe it. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത്. ചേട്ടച്ച, ഈ വീക്കെൻഡിൽ പ്ലീസ് ലെറ്റ് മീ ബി ഫ്രീ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ എന്താ കാര്യമെന്ന് ഞാനൊന്ന് അറിയട്ടെ. അല്ല, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഇന്ന് വരും. എന്നെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. പ്ലീസ്, ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടച്ച. വേണോ മോളെ? അല്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും. വേണ്ട, ആ കുട്ടിയെ പിണക്കണ്ട. നീ വന്നില്ലേലും ചേട്ടച്ച പിണങ്ങില്ല. മോള് വയ്ക്കോ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാം.